ഹലോ, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പലരും എന്നോട് ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. പലരും ചോദിക്കാറുണ്ട്, സ്നേഹബുദ്ധിയാ തന്നെ, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലേ, ഇപ്പോൾ പാർട്ടിയിൽ എന്ത് ചുമതലയാണ്, രാഷ്ട്രീയത്തിൽ കാണാറില്ലല്ലോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇതിന്റെ ഉത്തരം എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കിട്ടണമെന്നുള്ളത് കൊണ്ട് അതിന്റെ മറുപടിയാണ് ആദ്യം പറയാൻ പോകുന്നത്. ഞാൻ ആജീവനാന്തം ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നില്ല. ജീവിതത്തിന്റെ 50കൾക്ക് ശേഷമാണ് ഞാൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്നത്. ഞാൻ പ്രാഥമികമായി ഒരു കവി എഴുത്തുകാരിയായാണ്. 8ാമത്തെ വയസ്സിലാണ് എൻ്റെ ആദ്യ കവിത ഞാൻ എഴുതുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിലെ ബാലപംക്തിയിൽ എൻ്റെ ആദ്യത്തെ കവിത പ്രസിദ്ധീകരിക്കുന്നത്. ഇലസ്ട്രേറ്റഡ് വീക്കിലിയിൽ എൻ്റെ ഇംഗ്ലീഷ് കവിത പ്രസിദ്ധീകരിച്ചപ്പോൾ അന്ന് ഖുഷ്വന്ത് സിംഗ്, പണ്ഡിതനായ ജ്ഞാനിയായ ഖുഷ്വന്ത് സിംഗ്, യു ആർ അവർ യങ്ങസ്റ്റ് പോയറ്റ് എന്നെനിക്ക് കത്തയച്ചത് ഞാൻ ഓർമ്മിക്കുന്നു. 2ാമത് ഞാനൊരു അധ്യാപികയാണ്. 37 വർഷക്കാലം ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും പഠിപ്പിച്ച് വിദ്യാർത്ഥികളെ ആനന്ദിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരധ്യാപികയാണ്. എൻ്റെ വിദ്യാർത്ഥികൾ ഈ കൂട്ടത്തിലുണ്ട്. അവർക്കറിയാം ഞാൻ എങ്ങനെയുള്ള അധ്യാപികയായിരുന്നു എന്ന്. ഞാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ ഭാരവാഹിയായി ഇരുന്ന കാലഘട്ടത്തിൽ എനിക്ക് പ്രയോജനമുണ്ടായതിനേക്കാൾ ഉപരി, എനിക്ക് പ്രയോജനം ഉണ്ടായില്ലെന്നല്ല പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് വലിയ റെപ്യൂട്ടേഷൻ അത് നേടിത്തന്നു, അംഗീകാരം നേടിത്തന്നു. അതിനേക്കാൾ അധികം പ്രയോജനം കേരളീയ സമൂഹത്തിനും ഞാൻ ഉൾപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ പിയർ ടീം ലീഡറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയമായ കാരണങ്ങളാൽ കിട്ടിയതല്ല. അതത് മേഖലകളിലെ എൻ്റെ സംഭാവനയ്ക്കുള്ള അംഗീകാരം എന്ന നിലയിൽ കിട്ടിയതാണ്. ഇതിനപ്പുറം ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പുനഃസ്ഥാപന സമിതിയിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയും അനേകം സ്ഥലങ്ങളിൽ യുദ്ധാന്തരീക്ഷം പരിഹരിച്ച് സമാധാന പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നടത്തുന്നതിന് എനിക്ക് സാധിക്കുകയും ചെയ്തതും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ കിട്ടിയതല്ല. അതുപോലെ തന്നെ പൊതുജീവിതത്തിൽ നിന്ന്, സാമൂഹ്യ ജീവിതത്തിൽ നിന്ന്, രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് നയപൈസ പോലും ഉണ്ടാക്കരുത് എന്ന നിർബന്ധമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത് അനർഹമായ ഒരു പൈസ പോലും നമ്മുടെ കയ്യിലേക്ക് വരാൻ പാടില്ല എന്നാണ്. ഈ പ്രായത്തിലും ജോലി ചെയ്ത് എഴുതിയും വായിച്ചും പഠിപ്പിച്ചും ക്ലാസുകൾ നടത്തിയും ജീവിക്കുന്ന ഒരാളാണ് എന്ന അഭിമാനമാണ് എനിക്ക് എന്നെക്കുറിച്ചുള്ളത്. ഞാൻ ഇത്രയും പറഞ്ഞത് രാഷ്ട്രീയം മാത്രമല്ല എൻ്റെ മേഖല എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ രാഷ്ട്രീയത്തിലുണ്ടോ, രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ എൻ്റെ സമയം, എൻ്റെ മനസ്സ്, എൻ്റെ ഊർജം അധികമായും വിനിയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് വിരോധമോ ഏതെങ്കിലും ഒരു വ്യക്തിയോട് എനിക്ക് വെറുപ്പോ ഇല്ല എന്നുകൂടി ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ. അതേസമയം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 1/4 പങ്ക് അയാളുടെ ബൗദ്ധികവും ചിന്താപരവും വൈകാരികവുമായ തലങ്ങളിൽ വരും തലമുറകൾക്ക് ചില മാർഗദർശനങ്ങൾ കാട്ടാനുള്ള തരത്തിൽ ചിലവഴിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.